അധ്യക്ഷൻ ശ്രീ പാർത്ഥസാരഥി വർമ്മ, അജയൻ, വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളെ, സുഹൃത്തുക്കളെ, അജയനുമായിട്ടുള്ളൊരു ബന്ധം ഏതാണ്ട് 3 പതിറ്റാണ്ടോളം ആയിട്ടുള്ളതാണ് എനിക്ക്. അജയനെ ഒരു സ്ഥാപനത്തിൻ്റെ ഡീസോക്സ് പോലെ സ്ഥാപനത്തിൻ്റെ ഒരു ഉടമയെന്നുള്ള രീതിയിലല്ല, അജയനുമായിട്ട് വളരെ അടുത്ത് തന്നെ ഇടപഴകി അജയൻ്റെ പല കവർ ഡിസൈൻസിനും അല്ലെങ്കിൽ അജയൻ്റെ പല ചിത്രരചനകൾക്കും അജയനോടൊപ്പം അല്ലെങ്കിൽ അജയൻ പലപ്പോഴും പല പുസ്തകങ്ങളിലെ കവറുകൾ വരയ്ക്കുമ്പോൾ മണിക്കൂറുകളാണ് അജയൻ സ്പെൻഡ് ചെയ്യുന്നത്. അത്രയേറെ ഒരു പാഷനറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയേറെ ഓരോ പുസ്തകത്തെയും അജയൻ സ്വീകരിക്കുന്ന, കൈകാര്യം ചെയ്യുന്ന, അതിൻ്റെ അന്തസ്സത്തെ മൊത്തം കൈകാര്യം ചെയ്തുകൊണ്ട് തന്നെ ആണ് അജയൻ. എനിക്ക് അജയൻ്റെ ഒരു കവർ ഞാൻ 90കളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കവറ് കൊച്ചുബാവയുടെ പെരുങ്കളിയാട്ടമായിരുന്നു. ഞാനത് അജയനോട് എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. പെരുങ്കളിയാട്ടം കവർ അന്ന് കൊച്ചുബാവയുടെ പുസ്തകത്തിന് അങ്ങനെ ഒരു കവർ വരയ്ക്കുക എന്ന് പറഞ്ഞാൽ ഒരു പിന്നെ ചിത്രരചനയുടെ എല്ലാ മോഡേണിറ്റിയും കൊണ്ടുവന്നുകൊണ്ടാണ് അജയൻ അങ്ങനെ ഒരു കവർ വരച്ചത്. പിന്നെ ഖസാക്കിനെ അജയൻ പല രീതിയിലുള്ള ഫ്ലാപ്പുകളായിട്ട് മടക്കിയുള്ള കവർ മറ്റൊരിതാണെങ്കിൽ, അതുപോലെ തന്നെ കേശവൻ്റെ വിലാപങ്ങൾ അജയൻ്റെ ഒരു ഐഡിയ കൂടിയായിരുന്നു. EMSൻ്റെ ഒരു ചെമ്പ് ആലേഖനം ചെയ്ത ഒരു കവറായിരുന്നു നമ്മൾ കവറായിട്ട് ഉപയോഗിച്ചത്. പക്ഷേ 2 ബെസ്റ്റ്സെല്ലേഴ്സിൻ്റെ കവർ പറഞ്ഞാൽ ഒന്ന് ആരാച്ചാര ഏതാണ്ട് 2 ലക്ഷം കോപ്പി എത്തിയ ഒരു പുസ്തകത്തിൻ്റെ കവർ അജയൻ്റെ കവർ ആണ്. എല്ലാവരുടെ ആരാച്ചാരം എന്ന് പറഞ്ഞാൽ ആദ്യം വരുന്ന അജയൻ്റെ ഒരു കവറിൻ്റെ ഇതാണ്. അതുപോലെ തന്നെ ഫ്രാൻസിസ് ഇട്ടിക്കോര. പിന്നെ എനിക്ക് പല രസകരമായിട്ടുള്ള കവറുണ്ട്. അജയൻ്റെ എക്സ്പെരിമെൻറ്റേഷൻ പലപ്പോഴും ഞങ്ങളുടെ ഓഫീസിൽ പറയുന്ന അജയൻ്റെ വട്ടിന് പലപ്പോഴും ഞാൻ കൂട്ടി നിൽക്കുന്നു എന്നുള്ളതാണ്. അജയൻ അത്രയേറെ എക്സ്പെരിമെൻ്റ് ചെയ്താണ് പല കവറുകളും വരച്ചത്. ഒരു ഞായറാഴ്ച അജയൻ തലേദിവസം അവിടെ തന്നെ ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്, അതിൻ്റെ സൈഡിൽ ഗീതാഞ്ജലി എന്നും പറഞ്ഞൊരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്. അതിൻ്റെ ഷെഡിലും അതിൻ്റെ പുറകിലുമായിട്ട് നോക്കിയപ്പോൾ ഒരു ഞായറാഴ്ച ഓഫീസിൽ വരുമ്പോൾ അജയൻ അവിടെ ഒരു കുരിശ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞ് നമ്മുടെ അവിടെ പിന്നെ കാർപ്പൻട്രി ചെയ്യുന്ന പ്രഭന് ഒരു യേശുക്രിസ്തുവിൻ്റെ അത്രയൊക്കെ ഒരു മുടിയുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രഭനെ വേഷം കെട്ടിച്ചിട്ട് ക്രിസ്തുവായിട്ട് എന്തുണ്ട് വിശേഷം പീലാത്തോസയുടെ കവർ ചെയ്യുന്ന തിരക്കിലായിരുന്നു അജയൻ. അതുപോലെ അജയൻ ഓരോ കാര്യം എടുക്കുമ്പോഴും ഇത്രയും ഇൻ ഡീറ്റെയിൽ അത് അജയൻ വളരെ കൃത്യമായിട്ട് തന്നെ ഡീറ്റെയിലിങ്ങിൽ പോയി അത് എനിക്ക് തോന്നുന്നു ഉപയോഗിക്കാവുന്ന ഓരോ റിസോഴ്സും അത് വ്യക്തികളായാലും മറ്റ് റിസോഴ്സ് ആയാലും അജയൻ, അതുപോലെ തന്നെ പഴയ ഏത് പുസ്തകത്തിൻ്റെ കവറാന്ന് ഞാൻ ഓർക്കുന്നില്ല, പഴയ ഒരു കമ്പ്യൂട്ടറിൻ്റെ വയറും ഉമ്പർട്ടോക്കോയുടെ കവറിന് ഇത്തരത്തിൽ ബി മുരളിയുടെ ഉമ്പർട്ടോക്കോയ്ക്കാണ് നമ്മൾ അന്ന് വയറും കമ്പ്യൂട്ടറിൻ്റെ വയേഴ്സും ബാക്കിയെല്ലാം കൂടെ കൂടിക്കൊണ്ട് അജയൻ അത് ഒരു കൊളാഷ് ആക്കി അത് ഒരു ബോർഡിൽ അത് കൃത്യമായിട്ട് ചെയ്ത് ദിവസങ്ങളെടുത്ത് ചെയ്ത് ഉമ്പർട്ടോക്കോ ബി മുരളിയുടെ അജയൻ ആ കവർ ചെയ്യുന്നത്. ഒത്തിരി കവറുകൾ. പിന്നെ അജയൻ്റെ പക്ഷേ എനിക്ക് തോന്നുന്നൊരു അജയൻ്റെ ഒരു നേതൃത്വം അല്ലെങ്കിൽ അജയൻ്റെ ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ ഒരു മാഗ്നം ഓപ്പസ് പറയാവുന്നത് പലർക്കും അറിയാൻ മേലാത്തൊരു സംഗതിയാണ്. DC ബുക്സ് CD-ROM ചെയ്തു. CD-ROM അജയൻ്റെ അതായിരുന്നു. ആ CD-ROM ആക്കുമ്പോൾ അതിൻ്റെ കമ്പ്യൂട്ടർവൽക്കരിക്കുന്നതിൻ്റെ ഐഡിയ സംസാരിച്ചപ്പോൾ അജയനാണ് പിന്നീട് അത് ഏറ്റെടുത്തത് കംപ്ലീറ്റ് ആയിട്ട്. ഹാഷിമാണ് ചെയ്തത്. ഹാഷിം ചെയ്തപ്പോൾ അജയൻ്റെ ഒരു ഐഡിയ അതിൽ വരച്ചിരുന്ന അതിൻ്റെ അകത്തുണ്ടായിരുന്ന ഇലിസ്ട്രേഷൻസും ഒക്കെ എത്ര പേർക്ക് അറിയാമെന്നറിയത്തില്ല. ഇന്ത്യയിലെ ഏറ്റവും നല്ല CD-ROM ആയിട്ട് അന്ന് ബോംബെയിൽ എനിക്ക് അതിൻ്റെ അവാർഡ് വാങ്ങിക്കാൻ പോയത് ഹാഷിമാണോ അജയനാണോ എന്ന് എനിക്കറിയില്ല. ഇന്ത്യയിലെ ഏറ്റവും നല്ല CD-ROM ആയിട്ട് 1999 ഓഗസ്റ്റിലായിരുന്നു അത്. അങ്ങനെ അജയൻ ആ ഒരു CD-ROMൻ്റെ കാര്യം വന്നപ്പോൾ അത് ഒരു ചെറിയ ഇന്നോവേഷൻസും ഒന്നും അല്ല അത് CD-ROMിൽ കൊണ്ടുവന്നത്. കാരണം അന്ന് ചിന്തിക്കാവുന്ന മാത്രമല്ല ഇന്ന് ചിന്തിക്കാവുന്ന പല ഫീച്ചേഴ്സും കൊണ്ടുവന്നുകൊണ്ട് അതിൻ്റെ ഡിസൈൻ എലമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇന്ന് പലർക്കും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഡിസൈൻ എലമെൻറ്റ്സ് കൊണ്ടുവരുന്നതിൽ അജയൻ്റെ ഉണ്ട്. ഇതെല്ലാം കാരണം ഇതൊക്കെ അജയൻ വരയ്ക്കുമ്പോൾ നമ്മളൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. അങ്ങനെ ഒരു വ്യക്തി കൂടിയാണ് അജയൻ. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. പക്ഷേ എനിക്ക് അജയനെ പറ്റി പറയാനുള്ള ഒരു കാര്യം അജയൻ്റെ റെസിലിയൻസ് ആണ്, അതിജീവനമാണ്. അജയൻ പറഞ്ഞു അജയൻ ഒരു ക്യാൻസറിൻ്റെ ഒരു രോഗിയാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു അതിൻ്റെ അതിജീവനം നടത്തിയ ആളാണ് അജയൻ. അത് തോമസ് മാൻ പറയുന്ന പോലെ ഒരു ഡിസിൻട്രസ്റ്റഡ് എൻഡോവിയർ,
ഒരു നിസ്സംഗതയോടുകൂടിയുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് അതിന് അജയൻ തന്നെ കൊടുക്കുന്നത്, ഈ ക്യാൻസറിനും പിന്നീട് ഈ കലയിലോട്ടുള്ള അജയൻ്റെ സ്നേഹമെല്ലാം തന്നെ. കാരണം ഒരുപക്ഷെ ഒരു മുനിതുല്യനായിട്ടുള്ള ഒരാൾക്ക് മാത്രമേ അത്തരത്തിലുള്ള ഒരു നിസ്സംഗത അവരിൽ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് അജയൻ്റെ ഇപ്പം എസ്മോട്ട് അക്കാഡമിയും ഇതുപോലെ തന്നെ രണ്ടാമത്തെ ശാഖ ഒന്ന് അജയൻ്റെ സ്വന്തം ദേശത്ത് തന്നെ, അതിനുശേഷം കോട്ടയത്ത് അജയൻ്റെ ഇപ്പോഴത്തെ വാസസ്ഥലമായ കോട്ടയത്ത് ഇത് കൊണ്ടുവരാൻ സാധിച്ചത്. അജയന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു.